ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മളുടെ ഐലൻഡ് സർവൈവൽ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ എപ്പിസോഡിലെ ഗോൾ എന്തെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ എക്സ്പ്ലോറിങ്ങിന് പോവുകയാണ്. കാരണം നമുക്ക് നമ്മളെ ബേസും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ സെറ്റ് ചെയ്യണം. അതിന് കുറേ റിസോഴ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ എക്സ്പ്ലോറിങ്ങിന് പോയാലേ അതൊക്കെ ഒപ്പിക്കാൻ പറ്റും. അപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കുറച്ച് നേരം നമ്മുടെ മോബ് സ്പോണിങ്ങിന് ഒരു ഏരിയ സെറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ഒന്ന് പോയി നിന്ന് നമുക്ക് 2-3 സ്കെൽട്ടൻ സ്പോണായി ബോൺ വീലൊക്കെ കിട്ടിയിരുന്നു. അത് വെച്ച് ഞാൻ 2 ട്രീ ബോൺ വീൽ ചെയ്ത് കുറച്ച് വുഡൊക്കെ ആക്കി. നമ്മളിന്ന് എക്സ്പ്ലോറിങ്ങിന് പോകുന്നതിന് മെയിൻ കാരണം ബെഡ് വേണം, പിന്നെ നമുക്ക് സ്പ്രൂസ് ലോക്ക് കിട്ടുകയാണെങ്കിൽ വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ഒപ്പിക്കണം. അപ്പം നമുക്ക് ഇന്നലെ തന്നെ ഒരു ബോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഏത് ഡയറക്ഷൻ സെലക്ട് ചെയ്ത് പോകാം. അങ്ങനെ നമുക്ക് ഞാൻ കോപ്പർ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിന്. ഇത് വെച്ച് നമ്മൾ കുറച്ച് ആർമറൊക്കെ ഉണ്ടാക്കാം. നമ്മൾ കുറച്ച് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. ആർമർ വെറുതെ ഒരു കോപ്പർ ഹെൽമെറ്റ് ഉണ്ടാക്കി. ഹെൽമെറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നമ്മളവിടെ ചെസ്റ്റ് വെച്ചേക്കാം. നമ്മൾ ഇൻവെൻറ്ററൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ ബോട്ടെടുത്ത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പിക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് പോവാം. നമ്മൾ ആക്ഷൻ ആൻഡ് സ്റ്റഫ് ആഡ് ചെയ്തിട്ടുണ്ട്. വെറുതെ രസമായിരിക്കട്ടെ വിചാരിച്ച്. നമുക്ക് ആദ്യം നമ്മളെ ബേസിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് ഏത് ഭാഗം പോവാം? Ingi Pingi Pongi, father had a donkey, donkey died, father cried, Ingi പോങ്കി. ഓക്കെ, നമുക്ക് ആ ഡയറക്ഷനിൽ തന്നെ പോവാം. അയ്യോ, സ്കെൽട്ടനൊക്കെ അതാ കയറി വരുന്ന ഡ്രോപ്പ് ചെയ്യടാ പോണ്ടിയിൽ. ബോൺ ഒന്നുമില്ല, പക്ഷെ ആരോസ് ഒന്നക്ക് ആരോ ഇല്ല ബോ. ഓക്കെ, അപ്പോൾ എക്സ്പ്ലോറിങ് തുടങ്ങാം. പോകുന്ന വഴിക്ക് ഷിപ്രക്കും കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അത് നമ്മൾ ലൂട്ട് ചെയ്യാം. പിന്നെ ഐലൻഡ് ഇത് അവിടെയുണ്ട്. ഷുഗർ കേ ഉണ്ട് അവിടെ, പക്ഷെ നമ്മൾ ഇപ്പം എടുക്കണം. നമ്മൾ തിരിച്ച് വരുമ്പോൾ എടുക്കാം. അതുകൊണ്ടൊരു മോണിമെൻ്റ് ആണല്ലോ കാണുന്നത്. അപ്പം നമ്മൾ വളഞ്ഞു കാണും, അല്ലെങ്കിൽ മറ്റേ എഫക്റ്റ് കിട്ടും മൈനിങ് പറ്റിക്ക്. നമ്മളൊന്ന് മൈൻ ചെയ്യാൻ പറ്റാണ്ടായി പോകും. ഗൈസ്, അതാ ഒരു ലാൻഡ് അതാ കണ്ടിരിക്കുന്നു. ഫൈനലി നമ്മൾ ഒരു ലാൻഡ് എത്തിരിക്കും. ബട്ട് നമ്മളിപ്പം കരക്കടിച്ചാൽ ക്രീപ്പർ സോംബിയൊക്കെ ഉണ്ടാകും. രാവിലെ ആവാനായിരിക്കും. അപ്പം നമുക്ക് രാവിലെ ആയിട്ട് നമുക്ക് കരക്കടിപ്പിക്കാം. അതുവരെ നമുക്കൊന്നുകൂടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, രാവിലെ സൂര്യൻ ഉദിക്കുന്നുണ്ട്. വില്ലേജ് അതാ അവിടെ. വില്ലേജ് എത്ര നേരം ഇവിടെ ഒരു വില്ലേജ് ശ്രദ്ധിച്ചില്ല. അവിടെ വില്ലേജ് നമുക്ക്. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് വില്ലേജറിനെയും കൂടി പൊക്കിക്കൊണ്ടുപോകാം. കാരണം നമുക്ക് വില്ലേജർ ബ്രീഡർ സെറ്റ് ചെയ്ത് വേഗം തന്നെ നമ്മൾ ട്രേഡിങ് ആളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ ആർമറൊക്കെ മാക്സ് ആക്കണം. നമുക്ക് പിന്നെ നമുക്ക് ഇങ്ങോട്ട് ട്രിപ്പ് എടുക്കേണ്ടി വരില്ല. കാരണം ഇവിടുന്ന് 1000-2000 ബ്ലോക്ക് എങ്ങാനും ഉണ്ട് നമ്മളെ ബേസിലേക്ക്. അപ്പം നമ്മൾ ഇവിടെ തട്ടിപ്പറിക്കാൻ തുടങ്ങാം. ഇവിടെയുള്ള ഹെബിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുക്കാം. നമ്മൾ ബ്രെഡ് ഉണ്ടാക്കി നമ്മൾ ഫുഡ് സോഴ്സ് ആയിട്ടുണ്ട്. ഹായ് ബ്രോ, എന്തെങ്കിലും വിശേഷം? ഞാൻ കുറേ ദൂരത്ത് നിന്ന് വരികയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ പൊട്ടാറ്റോ ഉണ്ട്. നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകാം. നമ്മൾ പൊട്ടാറ്റോ നമ്മൾ ഐലൻഡിൽ കൃഷി ചെയ്ത് നമുക്ക് എന്താ പറയുക, കുക്ക് ചെയ്ത് നമുക്ക് കഴിക്കാനൊക്കെ പറ്റും. ക്യാരറ്റോ ബീട്രൂട്ടാണ് നമ്മൾ വേണ്ടത്. നമുക്ക് ക്യാരറ്റാണെങ്കിൽ മാത്രം, കാരണം ബീട്രൂട്ട് സീഡ് വേറെയാണ്. അപ്പം നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പണിയാണ്.
ഓക്കെ 4 ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് മയ്യ ക്യാരറ്റ് എടുത്തതിനോട്. ഓക്കെ അപ്പുറത്ത് ജംഗിൾ ഭയമുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ജംഗിൾ വുഡ് എടുക്കാം. ജംഗിൾ വുഡും അതിൻ്റെ സാപ്ലിങ്ങും എടുക്കാം. സാപ്ലിങ്ങും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ലീവ്സ് പൊട്ടിക്കാം. ഓക്കെ ഒരു സാപ്ലിങ് ആയിട്ടുണ്ട്. 2 നമ്മൾ 4 സാപ്ലിങ് ഉണ്ടെങ്കിൽ മറ്റേ വലിയ ജംഗിൾ ട്രീ വളർത്താൻ 4 ആയിട്ടുണ്ട്. ഇതന്നെ മതി. ഓക്കെ ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്. ഓക്കെ 3 ആയിട്ടുണ്ട്. അതിനെ ധാരാളം. ഇവിടെ പാരറ്റ് ഉണ്ട്. നമുക്ക് പാരറ്റിനെ ടൈം ചെയ്യാം. കാരണം നമ്മൾ ഈ വേൾഡിൽ ഒറ്റക്കാണ്. നമുക്ക് ഫ്രണ്ട്സൊന്നുമില്ല. എവിടെ നിക്കടി. ഇങ്ങനെ നമുക്കൊരു ഫ്രണ്ടിനെയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മളിവിടെ ഒന്ന് നോക്കാം. സ്പ്രൂസും കൂടിയും കിട്ടിയാൽ നമുക്ക് തിരിച്ചു പോവാം. സവാന ഭയം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അവിടെ പോയി അക്കേഷ്യ വുഡ് മേടിക്കാം. പിന്നെ അല്ല അയ്യോ ഓക്കെ നമ്മൾ 2 സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇത് തന്നെ മതിയാവും. അപ്പം തന്നെ നമുക്ക് നമ്മളെ ഇൻവെൻറ്ററിയും കാര്യങ്ങൾ ഫുള്ളായി. നമുക്കൊരു ബണ്ടിൽ ഉണ്ടാക്കിയിട്ട് എല്ലാം അതിൽ സ്റ്റോർ ചെയ്യാം. നൈറ്റ് ആകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഐലൻഡ് സർവൈവൽ സീരീസ് ഞാൻ ആദ്യമായിട്ട് ഉറങ്ങാൻ പോണു. ഓക്കേ ഗൈസ് ഇതുകൊണ്ട് അവിടെ ഒരു ലാവാ പൂള് കാണുന്നുണ്ട്. നമുക്ക് ഫാംസൊക്കെ ഉണ്ടാക്കാൻ ലാവിൻ്റെ ആവശ്യം വരും. നമുക്കൊരു ബക്കറ്റ് എടുത്ത് കൊണ്ടുപോകാം. അവിടെ പോയി നമുക്ക് ഡ്രിക്ക് സ്റ്റോണും കോൾഡ്രിനും ഉണ്ടാക്കിയിട്ട് നമുക്ക് ലാവ ഫാം ചെയ്യാം. ഇപ്പം നമ്മൾ കയ്യിൽ വെച്ചേക്കാം. ഓക്കെ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഗെയിമിലുള്ള 4 തരം സാപ്ലിങ് ആയിട്ടുണ്ട്. നോക്ക്, ബെഡ്ജ്, ജംഗിൾ ലോഗ്, അക്കേഷ്യ, അരുണിയം സ്പ്രൂസും ഡാർക്ക് ലോഗുമാണ് കിട്ടാനുള്ളത്. പിന്നെ നോക്കിയിട്ട് സ്പ്രൂസ് കാണുന്നില്ല. ബട്ട് നമുക്ക് നോക്കാം അവിടെ എവിടെയും ഉണ്ടോ എന്ന്. ഇവിടെ ഒന്നും സ്പ്രൂസൊന്നും കാണുന്നില്ല. നമുക്ക് തിരിച്ച് നമ്മളെ വില്ലേജിലേക്ക് തന്നെ പോവാം. ഇവിടുന്ന് 2 വില്ലേജറിനെ കടത്തി കൊണ്ടുപോകണം. ബട്ട് ഞാൻ ലീഡ് എടുക്കാൻ മറന്നുപോയി. ലീഡ് ഉണ്ടാക്കാൻ ഇപ്പം സ്ട്രിങ് മാത്രം മതിയെന്ന് തോന്നുന്നു. ബട്ട് ഇവിടെ പൂച്ചനെ കൊന്നാകുമ്പോൾ സ്ട്രിങ് കിട്ടും. ഇവിടെ പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച എനിക്ക് 2 സ്ട്രിങ് തന്നു പോയി. അപ്പോൾ നമ്മൾ ഇവിടെ വേറെ പൂച്ചകളുണ്ടാവും. ആ പൂച്ചേൻ്റെ അടുത്തും പോയി നോക്കാം. ചിലപ്പോൾ ആ പൂച്ച നമ്മൾ സ്ട്രിങ് തന്നാൽ നമുക്ക് ലീഡ് ഉണ്ടാക്കാം. ലീഡ് ഉണ്ടാക്കാൻ അത്ര 4 or 5 സ്ട്രിങ് ഞാൻ വേണം. നമുക്ക് ഈ അയൺ കോളത്തിനൊന്നങ്ങ് തീർത്താളാം. അതിന് മുന്നേ നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്തിട്ട് അഥവാ പാടിപ്പോയാലാവില്ല. ഓക്കെ പില്ലർ 1 2 3 പാടാ. ഓക്കെ നമ്മൾ അയൺ കോളത്തിനെ തീർത്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ വില്ലേജറിനെ കടത്തണം. ബട്ട് നമുക്ക് ലീഡ് കിട്ടിയില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ട്രേഡേഴ്സ് പോലും സ്പോണാകുന്നില്ല.
നമ്മളെ കയ്യിൽ 2 സ്ട്രിങ് ഉണ്ടായിരുന്നു. ആ സ്ട്രിങ് വെച്ച് ഞാൻ ബണ്ടിൽ ക്രാഫ്റ്റ് ചെയ്തു. ക്രാഫ്റ്റ് ചെയ്തില്ലെങ്കിൽ ലീഡ് ഉണ്ടാക്കാൻ കറക്റ്റായിരുന്നു. ഇതിനാണ് ഒരു പൂച്ചസാറ് പോലും സ്പോണാകുന്നില്ല. പൂച്ചസാറ് നമുക്ക് ലീഡ് തരും അവരോട് ചോദിച്ചാൽ. അപ്പോൾ ഒരു പൂച്ചസാറോട് ചോദിച്ചപ്പോൾ ആ പൂച്ചസാറ് എനിക്ക് ലീഡ് തന്നത് അങ്ങോട്ടെങ്ങാനും ഓടിപ്പോയി. വേറെ പൂച്ചസാറ്, നമുക്ക് ഈ പൂച്ചസാറിനോട് ഒന്ന് ചോദിച്ചു നോക്കാം. പൂച്ചസാറോട് ചോദിച്ചാൽ പൂച്ചസാർ ഒരു സ്ട്രിങ് തന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴത്തേക്ക് മഴയും തുടങ്ങി ഇവിടെ. അപ്പം ഞാനിങ്ങനെ സ്ട്രിങ്ങിന് വേണ്ടി ഇവിടെ നമ്മളെ പൂച്ചനെ തപ്പിയെടുക്കുകയായിരുന്നു. അപ്പം മോജാങ്ങൻ്റെ പ്രാർത്ഥന കേട്ട് ഈ മണ്ടന്മാരിവിടെ സ്പോണാക്കി. ഇവിടെ ആയിരുന്നല്ലേ പോയെ. എന്താ ട്രേഡ് ചെയ്യുന്നത്? ഹേബയിൽ കൊടുത്താൽ എമറാൾഡ് കൊടുത്താൽ ഒന്നുമില്ല. ഉടായിപ്പ്. അപ്പം നമുക്ക് യുമാരോട് നമ്മൾ ലീഡ് തരുമോ എന്ന് ചോദിക്കാം. മക്കളെ ലീഡ് തരുമോ? വീട്ടിനുള്ളിൽ കയറി പോകണം. അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാം. അവന്മാർ എനിക്ക് 2 ലീഡ് തന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി വില്ലേജർമാരെ കൊണ്ടുപോകാം. ബട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവന്മാരുടെ കൃഷി സ്ഥലത്തുള്ള ഈ വുഡൊക്കെ മടിച്ചുകൊണ്ട് പോകാം. കാരണം നമുക്ക് നമ്മുടെ ഐലൻഡിൽ വുഡിന് നല്ല ക്ഷാമമാണ്. നമുക്ക് ബേസൊക്കെ സെറ്റ് ചെയ്യാൻ വുഡിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, 49 കിട്ടിയിട്ടുണ്ടാകും. മതി നമുക്ക് 2 വില്ലേജസിനെ ബോട്ടിലാക്കാം. ഇതന്മാർ 2 ഇതെല്ലാം ആക്കാം. എന്താണ് നല്ല ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഒരാൾ കയറി. ഇവിടെ കൂട്ടുകാരെന്താ പോണേ? നാട്ടിൽ കയറി. 2 ഫാമേഴ്സ് തന്നെ കയറിയിട്ടുണ്ട്. എല്ലാവന്മാരെ വലിച്ച് നമുക്ക് കടലെത്തിക്കാം. നമുക്ക് ഇവന്മാരെ വർക്ക് സ്റ്റേഷനും അങ്ങ് പൊട്ടിച്ചെടുക്കാം. കാരണം നമുക്ക് വീടർ ഉണ്ടാക്കുമ്പോൾ വർക്ക് സ്റ്റേഷൻ ആവശ്യമുണ്ട്. അപ്പം ഉണ്ടാക്കാനൊന്നും വയ്യ, മടിയാണ്. ഗൈസ്, നിങ്ങളുടെ വില്ലേജറിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞോളൂ. നമ്മൾ പോകാൻ പോവുകയാണ്. പറയൂ ടാറ്റ. നമ്മളിവിടെ കുറച്ച് ഡർട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം പറയണ്ടല്ലോ, നമ്മൾ ഐലൻഡിൽ നല്ല വലിയ ഐലൻഡ് ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമായ ഡർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കൊണ്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ഡർട്ട് മൈൻ ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് നമ്മൾ 2 സ്റ്റാക്ക് ഡർട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഐലൻഡിലേക്ക് പോവാം ഈ വില്ലേജർ മണ്ടന്മാരെയും കൊണ്ട്. നമ്മൾ നേരത്തെ ബോട്ട് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ വെറുതെ ഒരു ബോട്ട് ക്രാഫ്റ്റ് ചെയ്ത് സാരല്ല, നമുക്ക് നമ്മളെ ഐലൻഡ് റിട്ടേൺ അടിക്കാം. വന്ന് തോളിരിക്കി. നല്ല കുട്ടി. പോവാം. പോലെ ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ വില്ലേജിൻ്റെ കോഡിയേഴ്സ് 790. അപ്പം നമുക്ക് 790 പോകണം. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ വെറുതെ കടൽ താണ്ടുന്ന കാണിച്ച് ബോറടിപ്പിക്കില്ല. അപ്പം ഇനി അവിടെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മുടെ ഷുഗർ കെയിൻ ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഈ ഐലൻഡിൻ്റെ പേരാണ് ഷുഗർ കെയിൻ ഐലൻഡ്. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരൊറ്റ ഷുഗർ കെയിനേ ഉള്ളൂ. അത് നമുക്ക് എടുത്ത് പോവാം. വെറുതെ ഇവിടെ വെച്ചൊക്കെ നമുക്ക് ഇൻവെർട്ടർ കയറിയില്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഈ 2 മണ്ടന്മാരെയും കൊണ്ട് നമ്മളുടെ ഹോം ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്മാരെ സുരക്ഷിതമായിട്ടൊന്ന് ഇതാക്കിയാൽ മതി. കാരണം ഡ്രോണൊക്കെ ഇവന്മാരെ കൊല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മളുടെ ഈ ഐലൻഡിൽ നമ്മൾ ബെഡ് വെച്ച് ഈ നൈറ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. അയ്യടാ ഡാ ഡാ അയ്യോ, ഞാനിത് വന്നപ്പം ചെയ്യാനുള്ളതായിരുന്നു. അയ്യോ, ഞാൻ വന്നപ്പം തന്നെ ചെയ്യാനുള്ളതായിരുന്നു. ഒരു മണ്ടൻ ചത്ത്. എന്തുവാടാ നെല്ലുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു മണ്ടൻ RIP ആയിട്ടുണ്ട്.
വില്ലേജർ മണ്ടന്മാരെക്കൊണ്ട് ഞാൻ തോറ്റ്. വന്നപ്പോൾ തന്നെ ഞാൻ മൂടി വെക്കാനുള്ളതായിരുന്നു. അവർ അപ്പം തന്നെ ഏതോ ഡ്രൗൺ കയറി വന്ന് ട്രൈഡൻറ്റ് വെച്ച് കൊന്നു. എന്ത് ചെയ്യാൻ? ഇനി ഈ മണ്ടന്മാരെടുക്കുക, ഞാൻ പിന്നെ അങ്ങോട്ട് പോകണ്ടേ? ഓക്കെ, അപ്പോൾ ഐറ്റംസൊക്കെ നമ്മൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ മൈൻക്രാഫ്റ്റ് എൻ്റെ കൂടെ ആയിരുന്നെങ്കിലും വീഡിയോയുടെ അവസാനമായപ്പം മൈൻക്രാഫ്റ്റ് എനിക്കിട്ട് പണി തന്നു. പറഞ്ഞിട്ട് കാര്യം. ഓക്കെ, അപ്പം നമ്മൾ കൊണ്ടുവന്ന പൊട്ടാറ്റവും ക്യാരറ്റും ബീറ്റും ഒക്കെ ഇവിടെ ഫാം ലാൻഡ് സെറ്റ് ചെയ്ത് നടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഡെട്ട് വെച്ച് ഡിൽറ്റ് ചെയ്ത് വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ അല്ല ക്രോപ്സൊക്കെ നടാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഐലൻഡ് ഇപ്പോൾ ഇത്ര വലുതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതാണ് സ്കൈ ബ്ലോക്ക് കളിക്കുന്നത് അതേമാതിരി തന്നെയാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ടിൽറ്റ് ചെയ്ത് നമ്മളെ ക്രോപ്സൊക്കെ ഇവിടെ നടാം. ഓക്കെ, 2 വരി ക്യാരറ്റ് ഇടാം, 2 വരി പൊട്ടാറ്റോ, 2 വരി വീറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഫുഡിനുള്ള സോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പൊട്ടാറ്റോ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ബാക്കിയുള്ളതൊക്കെ ചെസ്റ്റിൽ വെക്കാം. എന്നിട്ട് നമ്മളുടെ ഹേബയിലൂടെ ഹേബയിലെടുത്തിട്ട് മൊത്തം ബ്രെഡാക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല പ്രോഗ്രസ് തന്നെ ആയിരുന്നു. 2 വില്ലേജറിനെ കൊണ്ടുവരാൻ പറ്റി. പക്ഷേ ഒരു വില്ലേജർ മണ്ടൻ ഡ്രൗണ് കൊന്നു. നമുക്ക് ഫുഡും ക്രോപ്സും കാര്യങ്ങളും എല്ലാം ഗെയിമിലെ 3 ടൈപ്പ് മരങ്ങൾ കിട്ടി. പിന്നെ നമുക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പം നമ്മളുടെ ഫ്രണ്ടിന് ഇടാൻ പറ്റിയ ഒരു നല്ല പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐലൻഡ് സർവൈവൽ സീരീസിൻ്റെ 2ാമത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.